ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. മീനാക്ഷി ഒരു കുട്ടിയാണെന്നല്ലേ എല്ലാവരും കരുതിയിരുന്നത്. എന്നിട്ട് ഇപ്പോൾ കണ്ടില്ലേ, നിനക്കൊരു പ്രശ്നം വന്നപ്പോൾ നിന്നെ അതിൽ നിന്നും രക്ഷപ്പെടുത്താനായി അവൾ തന്നെ വേണ്ടി വന്നു. നീയും അവളും ഒരേപോലെ ചെമ്പകമംഗലത്തെ കുട്ടികളാണ്. ഇവിടുത്തെ സംസ്കാരമാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ, നിനക്കൊരു പ്രശ്നം വന്നപ്പോൾ അവള് ഒരു കുടുംബിനിയായി നിന്ന് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചത്. നിന്റെ അമ്മയുടെ കാര്യത്തിൽ മാത്രം എന്തോ പിശക് പറ്റിയിട്ടുണ്ട്. അവൾ എന്താ ഇങ്ങനെ ആയതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുമുണ്ട് എന്നൊക്കെ രാജലക്ഷ്മി അമ്മ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കാർത്തി. പിന്നീട് കാണിക്കുന്നത് വൈഗമോളുടെ അടുത്തേക്ക് ചെല്ലുന്ന കാർത്തിയെയാണ്. എൻ്റെ മോളെ, ഒരു നിമിഷത്തേക്കെങ്കിലും ഞാനൊന്ന് സംശയിച്ചു പോയല്ലോ. ഈ അച്ഛന് മോള് മാപ്പ് തരണമെന്ന് കാർത്തി പറയുമ്പോൾ കുഞ്ഞ് കാർത്തിയെ നോക്കി ചിരിക്കുന്നു. ഇത് കാണുന്ന കാർത്തി സന്തോഷത്തോടെ കുഞ്ഞിനെ എടുക്കുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന മീനാക്ഷി ഈ കാഴ്ച കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്നു. അല്ല ACP, കുഞ്ഞിന് വിശക്കുന്നുണ്ടാകുമെന്ന് മീനാക്ഷി പറയുമ്പോൾ കുഞ്ഞിന് വിശപ്പൊന്നുമില്ലെന്ന് കാർത്തി പറയുന്നു. അതെ, ഇങ്ങ് തന്നേക്കാൻ പറഞ്ഞ് മീനാക്ഷി കുഞ്ഞിനെ വാങ്ങി കുഞ്ഞിന് പാല് കൊടുത്ത് തൊട്ടിലിൽ കിടത്തി ഉറക്കുന്നു. അതേസമയം കാർത്തി മീനാക്ഷിയെ നോക്കുകയാണ്. മീനാക്ഷിയെ തൻ്റെ അടുത്തേക്ക് വിളിച്ച് എൻ്റെ കുഞ്ഞിന് വേണ്ടി ചെയ്തതിനെല്ലാം നന്ദിയുണ്ടെന്ന് കാർത്തി പറയുമ്പോൾ മീനാക്ഷി പറയുകയാണ്, എൻ്റെ കുഞ്ഞല്ല, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത്. ഇത് കേൾക്കുന്ന കാർത്തി മീനാക്ഷിയുടെ അടുത്തേക്ക് ചെന്ന് മീനാക്ഷിയുടെ കയ്യിൽ പിടിച്ച് പറയുകയാണ്, മീനാക്ഷി, എനിക്ക് നിന്നോട് എന്ത് പറയണമെന്ന് അറിയില്ല. അത്രയും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് കാർത്തി മീനാക്ഷിയെ നോക്കുമ്പോൾ മീനാക്ഷി അവിടെ നിന്ന് നാണത്തോടെ പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് മൈഥിലിയെയും വൈശാഖിനെയുമാണ്. ഞാനൊന്ന് അമ്മയെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് വൈശാഖ് തൻ്റെ ഫോൺ എടുക്കുകയാണ്. അതിനുശേഷം വൈശാഖ് അമ്മയെ വിളിക്കുമ്പോൾ മൈഥിലിയും കുട്ടി, നീ എന്താ വീട്ടിലേക്ക് വരാത്തതെന്ന് അവർ ചോദിക്കുന്നു. അത് ഞങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ടമ്മേ, എന്നിട്ട് വരാം. പിന്നെ നിങ്ങൾ ചെമ്പകമംഗലത്തേക്ക് പോയായിരുന്നോ എന്ന് വൈശാഖ് ചോദിക്കുമ്പോൾ ഈ ചോദ്യം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മൈഥിലി. ഞങ്ങൾ പോയിരുന്നെന്ന് വൈശാഖിൻ്റെ അമ്മ പറയുമ്പോൾ എന്നിട്ട് DNA ടെസ്റ്റിനെ കുറിച്ച് അവൻ എന്ത് പറഞ്ഞെന്ന് വൈശാഖ് ചോദിക്കുന്നു. അവനും ആ മീനാക്ഷിയും കൂടി ഞങ്ങളെ കൊന്നില്ലെന്നേ ഉള്ളൂ. എന്താ, അവൻ നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് വൈശാഖ് ചോദിക്കുമ്പോൾ നിന്നെ കൈ കിട്ടിയാ കൊല്ലുമെന്നാ അവൻ പറഞ്ഞിരിക്കുന്നതെന്ന് വൈശാഖിൻ്റെ അമ്മ പറയുന്നു. DNA ടെസ്റ്റിനെ കുറിച്ച് അവൻ എന്ത് പറഞ്ഞെന്ന് വൈശാഖ് ചോദിക്കുമ്പോൾ അത് അവൻ്റെ കുഞ്ഞാണെന്ന് അവൻ അങ്ങ് സ്ഥാപിച്ചു കളഞ്ഞടാ എന്ന് വൈശാഖിൻ്റെ അമ്മ പറയുന്നു. എങ്കിലേ എനിക്കറിയാം ഇനി അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. അത്രയും പറഞ്ഞ് വൈശാഖ് കോള് കട്ട് ചെയ്യുമ്പോൾ മൈഥിലി ചോദിക്കുകയാണ്, അല്ല വൈശാഖേ, നീ ഇതെന്തിനുള്ള പുറപ്പാടാ? ഈ DNA ടെസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴേ എന്നെ നാണം കെടുത്തുന്നതിന് തുല്യമല്ലേ അത്? ഇത് കേൾക്കുന്ന വൈശാഖ് ദേഷ്യത്തോടെ പറയുകയാണ്, ചെമ്പകമംഗലത്തേക്ക് ചെന്ന എൻ്റെ അച്ഛനെയും അമ്മയും ഉണ്ടല്ലോ ആ കാർത്തി തല്ലാൻ ചെന്നെന്ന്. അവൻ്റെ കഷ്ടകാലം തുടങ്ങിയെന്ന് വൈശാഖ് പറയുമ്പോൾ നീ അവനെ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് മൈഥിലി ചോദിക്കുന്നു. നീ വേഗം പെട്ടിയെടുക്കാൻ നോക്ക്. ഇത്രയും നാളും നമ്മൾ രഹസ്യമായല്ലേ ജീവിച്ചത്, ഇനി നമ്മൾ പരസ്യമായിട്ടാ ജീവിക്കാൻ പോകുന്നത്. വൈശാഖെ എടുത്തു ചാടി ഒരു തീരുമാനവും എടുക്കണ്ടെന്ന് മൈഥിലി പറയുമ്പോൾ അവൻ്റെ സമാധാനം കളയേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാമെന്നും അത് ഞാൻ ചെയ്തിരിക്കുമെന്നും വൈശാഖ് പറയുന്നു. നിന്നോട് പെട്ടിയെടുക്കാനല്ലേ പറഞ്ഞതെന്ന് വൈശാഖ് ദേഷ്യത്തോടെ പറയുമ്പോൾ പേടിയോടെ നിൽക്കുകയാണ് മൈഥിലി. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. കുഞ്ഞിനെ കുളിപ്പിക്കുകയാണ് നന്ദിനിയും മീനാക്ഷിയും. അതേസമയം കാർത്തി അങ്ങോട്ടേക്ക് അയൺ ബോക്സ് ചോദിച്ചു കൊണ്ടുവരുന്നു. അതവിടെ സ്റ്റാൻഡിൽ തന്നെ ഉണ്ടെന്ന് മീനാക്ഷി പറയുമ്പോൾ മീനാക്ഷി കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് നോക്കി നിൽക്കുകയാണ് കാർത്തി. ഇത് കാണുന്ന നന്ദിനി കാർത്തിയെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് അവിടെ നിന്ന് പോകുന്നു. അതെ, കുഞ്ഞിനെ കുളിപ്പിക്കേണ്ടതും ഒരുക്കേണ്ടതുമൊക്കെ അച്ഛനും അമ്മയും ചേർന്ന, അതുകൊണ്ടേ നീ ഇന്ന് അവിടെ ഇരുന്നാ മതി. ഞാനേ ട്രൈ ചെയ്യാം ദൈവമേ എന്ന് കാർത്തി പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടെ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം ഇത് കണ്ടുകൊണ്ടുവരുന്ന സാവിത്രി ഞെട്ടലോടെ നിൽക്കുന്നു. ഇതെന്താ ഇവിടെ ചെയ്യുന്നതെന്ന് സാവിത്രി ചോദിക്കുമ്പോൾ അയ്യോ, അമ്മയുടെ കണ്ണിന് എന്തു പറ്റി? എൻ്റെ അമ്മായിയമ്മയുടെ കാഴ്ചശക്തി നഷ്ടമായെന്ന് മീനാക്ഷി ഉറക്കെ പറയുമ്പോൾ എൻ്റെ കണ്ണിന് ഒരു പ്രശ്നവുമില്ലെന്നും നീ എന്താ ഇവിടെ കൊച്ചിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ എന്നും സാവിത്രി ചോദിക്കുന്നു. അതമ്മേ, ഒരു കുഞ്ഞിനെ അച്ഛനും അമ്മയും ചേർന്നല്ലേ കുളിപ്പിക്കേണ്ടത്, അതിന് ഇവളിവിടെ അമ്മയൊന്നുമല്ലല്ലോ, ഇവൾ നിന്റെ അടിമയല്ലേ എന്ന് സാവിത്രി ചോദിക്കുമ്പോൾ മീനാക്ഷി എൻ്റെ ഭാര്യയാണെന്ന് കാർത്തി പറയുന്നു. ഞാനും എൻ്റെ ഭാര്യ മീനാക്ഷിയും ഇന്നു മുതൽ നല്ലൊരു ദാമ്പത്യ ജീവിതം തന്നെ ആരംഭിക്കാനിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അമ്മായിയമ്മമാരുടെ സ്ഥിരം പരിപാടിയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരണ്ട, അമ്മ എവിടെയെങ്കിലും പോയി അടങ്ങിയിരിക്കാൻ നോക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് കാർത്തി അകത്തേക്ക് പോകുമ്പോൾ സാവിത്രി ദേഷ്യത്തോടെ പറയുകയാണ്, ഇവൻ കുടുംബം തുടങ്ങാൻ പോകുന്നെന്നോ? ഞാൻ ശരിയാക്കി തരുന്നുണ്ട്,
തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാനത് കലക്കി തരാമെന്നും സാവിത്രി പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.